ഇനി കണ്ട ഒരു കമന്റ് ആണ്. വീണയോട് പല വീഡിയോകളും കാണുമ്പോൾ തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. വീണയ്ക്ക് എല്ലാ സെലിബ്രിറ്റീസിനെയും അറിയാമായിരിക്കും. പക്ഷെ തൊടാനുള്ള ഫ്രീഡം, അത് സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും നല്ല പേഴ്സണൽ അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ ഫ്രീക്വന്റ് ആയിട്ട് കയ്യിലൊക്കെ കയറി പിടിക്കാൻ പാടുള്ളൂ. ചിലർ പുറമെ എക്സ്പ്രസ് ചെയ്യില്ല, പക്ഷെ ഉള്ളിൽ അൺകംഫർട്ടബിൾ ആകും. കാണുമ്പോൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിന് എൻ്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെല്ലാവരുമായിട്ടും ടു എൻ എക്സ്റ്റെൻറ്റ് ഒരു പേഴ്സണൽ അടുപ്പമുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പേഴ്സണൽ അടുപ്പമുള്ളവരോട് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? നമ്മളൊരു പക്ഷേ കുറച്ച് അടുത്ത് നിന്നായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാകും. ആ രീതിയിലുള്ള ഒരു ഫ്രീഡം ഞാൻ ഭൂരിഭാഗം ആൾക്കാരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് നമ്മൾ ചിലപ്പോൾ കയ്യിൽ കയറി പിടിക്കുക, അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ നമ്മൾ ഒന്ന് തോളത്ത് തട്ടി സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. അത് എന്തുകൊണ്ടാണ് കാണുന്ന ഒരാൾക്ക് അൺകംഫർട്ടബിൾ ഉണ്ടാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ അത് ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ഗസ്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലാവും അല്ലേ? കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ഒളിപ്പിക്കണമെന്ന് ശ്രമിച്ചാൽ പോലും അത് ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവർ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിലോ, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇത് മാത്രമല്ല, ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു ഗുണമെന്ന് പറയുന്നത്, ഇവരും നമ്മളോട് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ആ ഒരു വൈബ്രൻസി ഒരുപോലെയാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഒരുപോലെയാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഓപ്പണപ്പായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഹോസ്റ്റായിട്ടിരുന്നുകൊണ്ട് സംസാരിക്കുന്ന, ഇത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു വ്യൂവർക്ക് എത്രമാത്രം കണക്റ്റ് ആവുന്നുണ്ട് എന്നെനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ ഇനി അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ടു എൻ എക്സ്റ്റെൻറ്റ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു ന്യായീകരണം എന്ന് പറയാനുള്ളത്.